ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ളത് ഇന്നത്തെ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് വീട്ടിൽ നിന്ന് നേരെ എറണാകുളത്തേക്ക് ബൈക്ക് മുഖേന യാത്ര ചെയ്യും. ഇപ്പോൾ ഏകദേശം രാവിലെ മോർണിംഗ് ഒരു 6 മണിയായിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എറണാകുളത്ത് പോകാനുള്ള തയ്യാറെടുപ്പാണ്. നമ്മളെ ബാഗും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്, നമ്മളെ വണ്ടി സെറ്റാണ്. അപ്പോൾ ഇവിടുന്ന് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഞാൻ പോണത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ തൃശ്ശൂർ റൂട്ടാണ്. 2 റൂട്ടുണ്ട് ഇവിടുന്ന് എറണാകുളത്തേക്ക് എത്താൻ. ഒന്ന് കൊടുങ്ങല്ലൂർ വഴി അങ്ങനെ കയറാം, തൃപ്രയാർ കൊടുങ്ങല്ലൂർ വഴി അങ്ങനെ കയറാം. ഞാൻ പോണ റൂട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ വഴി അങ്ങനെ പോവാണ്. അപ്പോൾ ഈ ക്യാമറ വയ്ക്കാനുള്ള എൻ്റെ കയ്യിലുള്ള DJI Pocket 2 ക്യാമറ ഒക്കെ വയ്ക്കാനുള്ള ആക്സസറീസ് കാര്യങ്ങളെല്ലാം ഞാൻ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ദെൻ ഗുഡ് മോർണിംഗ്. അങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഇത് വണ്ടി കാര്യങ്ങളെല്ലാം സെറ്റായി. ആക്സസറീസ് എൻ്റെ ക്യാമറ DJI Pocket 2 ഇപ്പോൾ വണ്ടിയിൽ വയ്ക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. ഇതാണ് ആക്സസറി, അതായത് വണ്ടിയുടെ മുകളിൽ തന്നെ ഹാൻഡിലിൻ്റെ മേലെ തന്നെ ഈ പോക്കറ്റ് വയ്ക്കാനുള്ള ഒരു കേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളെ ക്യാമറ കറക്റ്റ് പ്രൊട്ടക്റ്റ് ആയിട്ട് ഇരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇന്നിപ്പോൾ ഏകദേശം മഴ കുറച്ച് കുറവുണ്ട്, അപ്പോൾ അതുകൊണ്ട് മാത്രം നമുക്ക് ഇതിൽ നമ്മളെ സാധനങ്ങളും ആക്സസറീസും എല്ലാം ഇതിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് സുഖമായിട്ട് പോവാം. അപ്പോൾ ഓക്കെ ബൈ, ഞാൻ പോവാ. കറക്റ്റ് സമയം 6:15. ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂട്ടക്കടവ് സെൻറ്റർ കൂടെയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 140 കിലോമീറ്ററോളം അടുത്തുണ്ട് എൻ്റെ വീട്, ഞാൻ താമസിക്കുന്ന എറണാകുളത്ത് താമസിക്കുന്ന റൂമിലോട്ട്. ഈ കാണുന്ന ഗേറ്റ് ഉണ്ടല്ലോ, ഇതിനുള്ളിൽ കാണുന്ന വീടാണ് MT. നമ്മളെ ഭാരതപ്പുഴയുടെ സൈഡിൽ നിർമ്മിച്ച, അതായത് MT കഥ എഴുതാനും നല്ല സ്വസ്ഥമായിട്ട് ഇരുന്ന് കഥ എഴുതാനും സ്ക്രിപ്റ്റ് എഴുതാനൊക്കെ വേണ്ടി നിർമ്മിച്ച വീട്. ഇപ്പോൾ ഇവിടെ MT ആരുമില്ല, ജസ്റ്റ് വീട് എല്ലാം. ഇവിടെ ആൾക്കാരൊന്നുമില്ല, താമസക്കാരൊന്നുമില്ല. ഈ വീടാണ് MT വാസുദേവൻ നായരുടെ കൂടലൂരുള്ള അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് എഴുതാനും കഥ എഴുതാനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം പുഴയുടെ സൈഡിൽ ഉണ്ടാക്കിയ ചെറിയൊരു വീട്. ഇപ്പം വീട്ടിൽ താമസക്കാരും ഏകദേശം പുഴ നശിച്ചോട് കൂടിയിട്ട് ആളൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പുഴ നശിച്ചോട് കൂടിയിട്ട് ആളുടെ താമസം കോഴിക്കോട്ടിലോട്ട് മാറ്റി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇനി ഞാൻ പോണ റൂട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പട്ടിത്തറ അങ്ങനെ തൃത്താല ആ ഒരു റൂട്ടാണ് പോകണം. എനിക്ക് ഈ റൂട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് കാടും ഒരു സൈഡ് പുഴ, ആ പുഴയുടെ സൈഡിലായിട്ട് വലിയ വലിയ ആൽമരങ്ങൾ, അങ്ങനെയുള്ളൊരു ഏരിയ. അപ്പോൾ ഈ റൂട്ട് എനിക്ക് അത്രയും ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് രാവിലെ സൈക്കിൾ ഓട്ടിയിട്ടും അതിരാവിലെ മോർണിംഗ് സൈക്കിൾ ഓട്ട് അല്ലെങ്കിൽ ജോഗിങ്ങിന് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യണ ഒരു ഏരിയയാണ് ഇവിടെ. അതായത് പട്ടിത്തറ കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ആളുകളൊക്കെ കൂടിയിട്ടുള്ളൊരു ഒരു പ്രദേശമുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ മോർണിംഗ് ഈ പുഴയുടെ ഒരു വ്യൂ പറഞ്ഞിട്ട് ഭയങ്കര രസമാണ്, പ്രത്യേകിച്ച് വേനൽക്കാലത്ത്. രാവിലെ സൈക്കിൾ ഓട്ടി പോകുമ്പോഴോ അല്ലെങ്കിൽ ജോഗിങ്ങിന് പോകുമ്പോഴോ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഞാൻ ഒരു വിഷ്വൽ കാണുന്നത്. കുറച്ച് ആളുകളൊക്കെ കൂടിയിട്ട് ആ ഏരിയ, എനിക്ക് ബൈക്കിൻ്റെ മേലെ ക്യാമറ വെച്ച കാരണം എനിക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് ആ ഒരു ഏരിയ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഞാൻ പോകുന്നത്, അതായത് ഇപ്പോൾ യാത്ര ചെയ്ത് എത്തിയിട്ടിങ്ങനെ ഏകദേശം 5 കിലോമീറ്റർ കഴിഞ്ഞിങ്ങനെ ഇപ്പോൾ തൃത്താല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഇത് എന്തുകൊണ്ടെങ്ങനെ പറയുന്നത്, നമ്മൾ ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലൊക്കെ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു മാസം 2 മാസം മാറി നിൽക്കുമ്പോഴാണ് നമ്മൾ ജനിച്ചു വളർന്ന നമ്മളെ നാട് നന്നായിട്ട് മിസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ, ഞാൻ പറഞ്ഞില്ലേ തൃശ്ശൂർ റൂട്ടൊക്കെ പോകണമെന്ന്. ഇപ്പം അവിടെ എത്തുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടാവില്ല. പക്ഷേ അതായത് നമ്മൾ ഇവിടെ ജനിച്ചു വളർന്ന കാരണം നമുക്ക് എപ്പോഴും നമ്മളെ സ്വന്തം നാടിനോട് ഒരു ഇഷ്ടം കൂടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എപ്പോഴും ഈ ഒരു കാര്യം എടുത്ത് പറയുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 15 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് ചാലിശ്ശേരി ഗ്രൗണ്ടാണ്. ചാലിശ്ശേരി ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് നേരെ കാണുന്നത്
ആൾക്കാർ വന്ന് ഏകദേശം പുലർച്ചെ ഒരു 4-5 മണി വരെ ആൾക്കാരാവും മൊത്തം. കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ ഐറ്റംസും ഒന്നും പറയില്ല, സാധാരണ ഒരു ഉത്സവത്തിന് ഉണ്ടാവുന്ന എല്ലാ ഐറ്റംസിന് പുറമെ കുറേ ഗെയിംസിനുള്ള സാധനങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇനി ഞാൻ ഇവിടുന്ന് പോണ റൂട്ട് വരണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഏകദേശം വീട്ടിൽ നിന്ന് കൂടല്ലൂർ, തൃത്താല, അതേപോലെ തന്നെ ചാലിശ്ശേരി, പെരുമ്പിലാവ്. ഇപ്പോൾ പെരുമ്പിലാവിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഇനി പോണ റൂട്ട് പറയണമെങ്കിൽ പന്നിത്തടം, കേച്ചേരി വഴി അങ്ങനെ തൃശ്ശൂർ കയറാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു റൂട്ടാണ് കുന്നംകുളം വഴി. പക്ഷേ കുന്നംകുളം വഴി പോകുമ്പോൾ ഏകദേശം നമുക്കൊരു 8 or 9 കിലോമീറ്റർ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ആ ഒരു കിലോമീറ്റർ നമുക്ക് പന്നിത്തടം വഴി കയറുമ്പോൾ, അതായത് കേച്ചേരി വഴി കയറുമ്പോൾ നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ റൂട്ട് വഴിയാണ് പോകുന്നത്. റോഡ് ഇത്തിരി മോശമാണെങ്കിലും നമുക്ക് 8-9 കിലോമീറ്റർ നമുക്ക് ലാഭിക്കാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബൈക്കിൽ യാത്ര ചെയ്തിട്ട് വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ്. മുന്നേ സൈക്കിളിൽ ഇവിടുന്ന് എറണാകുളത്തേക്ക് പോയ കാര്യങ്ങളൊക്കെ ഞാൻ വ്ലോഗ് ചെയ്തിട്ടുണ്ട്. സൈക്കിളിൽ ക്യാമറ ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ വ്ലോഗ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര നടത്തിയിട്ടുള്ളത് എറണാകുളം ടു വീട് ടു എറണാകുളം, എറണാകുളം ടു വീട് ടു എറണാകുളം. ആ ഒരു യാത്രയുടെ പ്രോപ്പറായിട്ട് ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു യാത്ര ചെയ്യുമ്പോഴാണ് ഞാനൊരു കാര്യം പറയണത്. കാരണം നമ്മൾ സാധാരണ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ഏകദേശം ഇവിടുന്ന് ഒരു 140 കിലോമീറ്ററോളം ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 140 കിലോമീറ്റർ ഉണ്ട്. മുന്നേ എൻ്റെ കയ്യിലുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബജാജിൻ്റെ V15 വിക്ര എന്ന് പറഞ്ഞിട്ടുള്ള ബൈക്ക്. ഞാൻ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് വാങ്ങി സാധനം. അതായത് നമുക്ക് ജീവിക്കണമെങ്കിൽ ബോത്ത് ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക് വേണമെന്ന് പറഞ്ഞു. അന്നത്തെ സമയത്ത് നമുക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല, നമ്മൾ ചിന്തിക്കത്തില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് ഞാനിങ്ങനെ ക്യാഷൊക്കെ ഇങ്ങനെ സ്വരുക്കൂട്ടിയിട്ട് EMI അടച്ചിട്ടും അങ്ങനെ വാങ്ങിയൊരു അങ്ങനെ വാങ്ങിയൊരു വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടിയിൽ ഞാൻ ഒരു ഏകദേശം തൃശ്ശൂർ എത്തുമ്പോഴേക്കും എനിക്ക് തണ്ടൽ നല്ല വേദനിക്കും. കാരണം നമുക്ക് ലോങ് അത്ര പ്രോപ്പറായിട്ട് പറ്റത്തില്ല. പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും, നമ്മളൊരു ഇഷ്ടം കൊണ്ട് പോകാമെന്ന് പറയും. അങ്ങനെ ആ വണ്ടിയിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യണമെന്ന് ഞാൻ കൂടുതലും ചിന്തിച്ചിട്ടുണ്ട് ഒരു സമയത്ത്. നാളെ എന്താവും. കാരണം നമ്മൾ വേറെന്തിനെ കുറിച്ച് നമ്മളിങ്ങനെ അധികമായിട്ട് ചിന്തിക്കില്ല. നമ്മൾ ഒരു പ്രത്യേകിച്ച് ഒരു കഴിത്തൊഴിലില്ല, ഡിഗ്രി കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നറിയില്ല, നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പഠിച്ചില്ല, ഇന്നത് ഇഷ്ടപ്പെട്ട മേഖലയ്ക്ക് പോയില്ല. പിന്നെ നമുക്ക് ചിന്തത് മാത്രമേ ഉള്ളൂ, നാളെ എന്താവും. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തന്നെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ്, അങ്ങനത്തെ ഒരു ചിന്ത ഒരു സമയത്ത് ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത്തോളം എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കും. അതായത് ഞാനിപ്പോൾ എത്രത്തോളം ഞാൻ എൻ്റെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്നെ കണ്ടാൽ അറിയാം. എത്രത്തോളം ഞാൻ നന്നായിട്ട് ഓരോ മൊമെൻറ്റും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ എന്തെല്ലാം തോന്നിവാസങ്ങൾ ചെയ്താലും ജീവിതം ഒരിക്കലും കൈവിടരുത്. നമുക്ക് പ്രോപ്പറായിട്ടൊരു കഴിത്തൊഴിൽ ആദ്യം കണ്ടെത്തും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖലയ്ക്ക് തന്നെ ഞാൻ പറ്റിപ്പെട്ടിട്ടുള്ളത്, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അത് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു കഴിത്തൊഴിൽ നമ്മൾ കണ്ടെത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമായിരുന്നു ഏകദേശം കുറച്ച് കാലത്തോളം. ഇനി എവിടെ എത്താലും ജീവിക്കുമെന്ന് പറയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഉള്ളതുകൊണ്ട് ഐ എം ഹാപ്പി, അത്രേ ഉള്ളൂ. ഞാൻ ഈ സെൻറ്റർ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് കേച്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ ഇവിടുന്ന് പന്നിത്തടം അങ്ങനെയൊക്കെ ഏരിയ വഴിയാണ് അങ്ങോട്ട് കയറി പോകുന്നത്. അപ്പോൾ കുന്നംകുളം ടച്ച് ചെയ്യില്ല. കുന്നംകുളം ടച്ച് ചെയ്യാതെ നമ്മൾ നേരെ എത്തുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടല്ലോ തൃശ്ശൂർ, ആ പേര് പറഞ്ഞു. അപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഡിസ്റ്റൻസിന് മുന്നേടെ എത്തും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പണ്ട് ആലോചിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങനെ ബൈക്കിലിങ്ങനെ പോകുമ്പോൾ ഓരോന്നിങ്ങനെ ആലോചിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, കയ്യിലൊരു വരുമാനം വരാത്തൊരു കാര്യം, സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, കുറേ കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത് നമുക്ക് മെൻ്റലി നമുക്ക് ഒരിക്കലും
എന്നെപ്പോലെ സാധാരണ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏതൊരു ആൺകുട്ടിയും വളരെ അത് ചിന്തിച്ചു കൂട്ടുന്ന കാര്യമാണ്. ഞാൻ ഇപ്പോൾ സത്യം പറഞ്ഞതാണ്. അത് ഞാൻ മാത്രമല്ല, ഒരുവിധമുള്ള എല്ലാ ആൺകുട്ടികളും നമ്മൾ ചിന്തിച്ചു കൂട്ടുക. എനിക്ക് എല്ലാവരോടും അവരോട് പറയാനുള്ള പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് ജീവിക്കാം, പ്രസൻ്റ്ലി ജീവിക്കാൻ പറ്റുമോ നോക്കാം. അതായത് വേറെ ഒന്നിനും വേണ്ട, ഉള്ളത് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മൾ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ എനിക്ക് 1000 കിട്ടിയാലും ഞാൻ അതിനനുസരിച്ച് ജീവിക്കും, 100 രൂപ കിട്ടിയാലും അതിനനുസരിച്ച് ജീവിക്കും. അങ്ങനെ അങ്ങനെ ജീവിക്കാൻ പഠിക്കണം. മറ്റുള്ളവരെല്ലാം വിലയിരുത്തിയാലും നമ്മൾ നമ്മളേതായിട്ടുള്ളൊരു നമ്മളൊരു ക്യാരക്ടർ ഇല്ല, നമ്മളൊരു കൺസെപ്റ്റ് ഇല്ലേ, അത്